തച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ ആയിട്ടുണ്ട് ജാസ്മിൻ്റെ അവസ്ഥ. ജാസ്മിന് ഓൾറെഡി വൃത്തിയില്ല എന്നൊരു ലേബൽ വന്നതോട് കൂടിയിട്ട് ജാസ്മിൻ ചെയ്യുന്നത് എല്ലാം പിന്നെ വൃത്തിയില്ലാത്തതായിട്ട് മാറുകയാണ്. ഇപ്പം അവിടെ ഒരു സ്ലാബിൽ ഗ്യാസിൽ ഒരു ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു. അതിൻ്റെ മൂടി എടുത്ത് ജാസ്മിൻ ഇപ്പുറത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ജിൻഡോ ഒത്തിരി കോലാഹലം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ആ ഒരു സ്ലാബിൽ തന്നെയാണ് ഇവർ മറ്റേ ചപ്പാത്തി പരത്തുന്നത്. ഓക്കെ, അതിന് പ്രശ്നമില്ല. ജാസ്മിൻ പറയുന്നുണ്ട് ഓൾറെഡി ഇത് ക്ലീൻ ആക്കിയെടുത്താണ് ഞാനിത് വെച്ചത്. ക്ലീൻ ആക്കാതെ വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ മൂടി കഴുകി വെച്ചായിരുന്നു. ഇത് ക്ലീൻ ചെയ്തതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓൾറെഡി അങ്ങനെ ഒരു ഹൈജീൻ ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ മറ്റേ മുടി കെട്ടി വെച്ചിട്ടാണല്ലോ അടുക്കള കയറേണ്ടത്. ജാസ്മിന് മാത്രമാണ് ബാധകമായിട്ടുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. ബാക്കി എത്രയോ പേര് അവിടെ മുടി അഴിച്ചിട്ട് കയറുന്നുണ്ട്. എന്നിട്ട് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ജാസ്മിൻ എന്തോ ഇളക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ശ്രീരേഖ വന്നിട്ട് കൈ കഴുകൂ ജാസ്മിൻ, അങ്ങനെയല്ലല്ലോ ജാസ്മിൻ, ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപദേശിക്കുന്ന ആൾക്കാരുടെ വൃത്തിയും കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ ബാത്റൂമിൽ അടിച്ച ചൂല് കൊണ്ട് അടുക്കള വെച്ചതാണ്. അതുപോലെ തന്നെ ജിൻഡോയുടെ ഇന്നവെയർ കൊണ്ടുവന്നിട്ട് അടുക്കള വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ആലോചിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. കാരണം ജാസ്മിൻ ഹൈജീൻ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ആ ഒരു ലേബലിൽ വെച്ചിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് തോന്നി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.